ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കത്രിക്ക കൊണ്ട് നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ബ്രെഡിനും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. ഒരു 3 കത്രിക്ക, ഒരു സവോള, കുറച്ച് മല്ലിയില, 3 തക്കാളിക്ക. ഈ തക്കാളി വളരെ ചെറുതാണ് കേട്ടോ. 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ സവോളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കത്രിക്ക തീരെ ചെറുതാക്കരുത്, കാരണം പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും. അപ്പോൾ തക്കാളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്കൊരു 3-4 വറ്റൽമുളക് കൂടെ ചേർക്കാം. അപ്പം മുളക് ഒന്ന് മൂത്ത് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർക്കാം. ചതച്ചെടുത്താലും മതി. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതോടെ ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. മീഡിയം സൈസിലാണെങ്കിൽ 2 സവോള എടുക്കണം. ഇത് വലിയ സവോള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് എടുത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ കുറച്ചിട്ടാലും മതി, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തക്കാളി അരിഞ്ഞതോടെ ചേർക്കാം. ഇത് ചെറിയ തക്കാളിയാണ്, നാടൻ തക്കാളിയാണ്, ഇച്ചിരി പുളിയുള്ളതുമാണ്. മീഡിയം സൈസാണെങ്കിൽ 2 തക്കാളി മതി ഈ 3 കത്രിക്കയ്ക്ക്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് ചാറോട് കൂടി വേണ്ടവർക്ക് ഈ സമയം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ കറിവേപ്പില കൊണ്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ കത്രിക്ക അതിലേക്ക് ഇടാം. കത്രിക്ക തീരെ ചെറുതാകരുത്, കാരണം അത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. ഇച്ചിരി വലിപ്പത്തിലിടുന്നതാണ് നല്ലത്. ഒരുപാട് വലിപ്പം വേണ്ട. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരല്പസമയം കൂടെ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. ഇനി ആ മല്ലിയില കൂടി ചേർക്കാം. കത്രിക്ക കറി ഇഷ്ടമില്ലാത്തവർ പോലും കൂട്ടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്, ചോറിനും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. നല്ലൊരു കറിയാണ്.